The Story of an Hour, written by Kate Chopin. We had discussed about the author Kate Chopin in the previous class. Let's introduce the characters in the story. There are 4 characters. The first one is Louise Mallard. Louise Mallard is the protagonist of our story. She is also known as Mrs. Mallard. Brindley Mallard. Brindley Mallard is the husband of Louise Mallard. Josephine, sister of Brindley Mallard. And then Richards. Richards is the friend of Brindley Mallard. So these are the main characters in the story. Let's begin. Okay, lesson. The Story of an Hour. Knowing that Mrs. Mallard was afflicted with a heart trouble, great care was taken to break to her as gently as possible the news of her husband's death. It was her sister Josephine who told to her in broken sentences, veiled hints that revealed in half concealing. Her husband's friend Richards was there too near her. It was he who had been in the newspaper office when intelligence of the railroad disaster was received, with Brindley Mallard's name leading the list of killed. He had only taken the time to assure himself of its truth by a second telegram, and had hastened to forestall any less careful, less tender friend in bearing the sad message. കഥയിലെ പ്രൊട്ടഗോണിസ്റ്റ് മിസ്സിസ് മല്ലാഡ് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ മിസ്സിസ് മല്ലാഡിൻ്റെ ഹസ്ബൻഡിൻ്റെ മരണവാർത്ത, അതായത് നമ്മുടെ ബ്രൻഡ്ലി മല്ലാഡിൻ്റെ മരണവാർത്ത എങ്ങനെ മിസ്സിസ് മല്ലാഡിനെ അറിയിക്കും? Already she was afflicted with heart trouble and it would affect her badly if they informed her about the death of her husband. Already അവൾ ഹൃദ്രോഗിയാണ്. ഈ മരണവാർത്ത കേട്ടാൽ അത് അവളെയും മരണത്തിലേക്ക് നയിക്കുമോ എന്നൊരു ഭയം നമ്മുടെ ജോസഫൈനിലുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒടുവിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ജോസഫൈൻ ആരായിരുന്നു? ബ്രൻഡ്ലി മല്ലാഡിൻ്റെ സിസ്റ്റർ ജോസഫൈൻ മിസ്സിസ് മല്ലാഡിനോട് ഈ വിവരം അറിയിക്കുകയാണ്. ബ്രൻഡ്ലി മല്ലാഡിൻ്റെ ഫ്രണ്ടായ റിച്ചാർഡ്സ് ആണ് ഈ മരണവാർത്ത ജോസഫൈനെ അറിയിക്കുന്നത്. ഒരു റെയിൽറോഡ് ഡിസാസ്റ്ററിലാണ് ബ്രൻഡ്ലി മല്ലാഡ് മരണപ്പെടുന്നത്. ഈ വാർത്ത ന്യൂസ് പേപ്പർ ഏജൻസിയിൽ എത്തുകയാണ്. ആ സമയത്ത് റിച്ചാർഡ്സും ന്യൂസ് പേപ്പർ ഓഫീസിലുണ്ടായിരുന്നു. മരിച്ചവരുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ നമ്മുടെ ബ്രൻഡ്ലി മല്ലാഡിൻ്റെ പേരുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം റിച്ചാർഡ്സൺ വീണ്ടും ഒരു സെക്കൻഡ് ടെലഗ്രാം അയച്ച് ബ്രൻഡ്ലി മല്ലാഡിൻ്റെ മരണം കൺഫേം ചെയ്യുന്നുണ്ട്. ശേഷം ബ്രൻഡ്ലി മല്ലാഡിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ജോസഫൈൻ്റെ അടുത്ത് കാര്യം അറിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഹൃദ്രോഗിയായ മിസ്സിസ് മല്ലാഡ് എപ്പോഴും ഗ്ലൂമി സ്റ്റേറ്റിലാണ്. ഇങ്ങനെ വീക്കായിട്ടുള്ള ഈ ഒരു കണ്ടീഷനിൽ ഭർത്താവിൻ്റെ മരണവാർത്ത വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ജോസഫൈൻ മിസ്സിസ് മല്ലാഡിനെ അറിയിക്കുന്നത്. ഈ സമയത്ത് റിച്ചാർഡ്സും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. റിച്ചാർഡ്സും തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തിൽ വളരെ ദുഃഖിതനായിരുന്നു. The next paragraph. She did not hear the story as many women have heard the same, with a paralyzed inability to accept its significance. She wept at once with sudden, wild abandonment in her sister's arms. When the storm of grief had spent itself, she went away to her room alone. She would have no one follow her. മറ്റെല്ലാ സ്ത്രീകളെയും പോലെ തന്നെ മിസ്സിസ് മല്ലാഡിനും തൻ്റെ ഹസ്ബൻഡിൻ്റെ മരണവാർത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൾ കരയുന്നുണ്ട്. പെട്ടെന്ന് ജോസഫൈൻ്റെ കൈകളിലേക്ക് തളർന്നു വീഴുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് സങ്കടത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ അവളിലൂടെ കടന്നു പോകുന്നു. ശേഷം അവൾ എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് നടക്കുകയാണ്. ഒപ്പം ചെല്ലുന്നതിൽ നിന്നും നമ്മുടെ ജോസഫൈനെയും അതുപോലെ തന്നെ റിച്ചാർഡ്സിനെയും വിലക്കിയിരുന്നു.
മല്ലാഡ് തനിച്ച് തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. There stood facing the open window a comfortable, roomy armchair. Into this she sank, pressed down by a physical exhaustion that haunted her body and seemed to reach into her soul. റൂമിനകത്ത് ഓപ്പൺ വിൻഡോയുടെ സൈഡിൽ ഒരു ആം ചെയർ ഉണ്ടായിരുന്നു. ആ ആം ചെയറിലേക്ക് അവൾ ചാഞ്ഞു കിടക്കുകയാണ്. അവളുടെ ശരീരം വളരെ ടയേർഡായിരുന്നു. ശരീരത്തെ ബാധിച്ച ആ ടയേർഡ്നെസ് അവളുടെ സോളിനെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി അവൾ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. She could see in the open square before her house the tops of trees that were all aqua with the new spring life. The delicious breath of rain was in the air. In the street below, a peddler was trying his wares. The notes of a distant song which someone was singing reached her faintly, and countless sparrows were twittering in the ears. ഇനി ആം ചെയറിൽ കിടന്നുകൊണ്ട് ആ ഓപ്പൺ വിൻഡോയിലൂടെ മിസ്സിസ് മല്ലാഡ് വീക്ഷിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ വിവരിക്കുന്നത്. പുതിയ വസന്തത്താൽ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഴ പെയ്യുന്ന ഗന്ധം അവൾക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റിൽ നിന്നും ഒരു പെഡ്ലർ തൻ്റെ കയ്യിലുള്ള സാധനങ്ങളുടെ പേരുകൾ വിളിച്ചു പറയുന്ന ശബ്ദം അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ ദൂരെ നിന്നും ആരോ പാടുന്ന ഒരു ശബ്ദവും അവൾക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ എണ്ണമറ്റ കുരുവികൾ കൂട്ടമായി പാടുന്നതും അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് അവൾ ആ വിൻഡോയിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ലൈൻസ്. There were patches of blue sky showing here and there through the clouds that had met and piled one above the other in the west facing her window. ആ ഓപ്പൺ വിൻഡോയിലൂടെ അവൾക്ക് ആകാശവും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ആകാശം നിറയെ മേഘങ്ങളായിരുന്നു. ആ മേഘങ്ങൾക്കിടയിലൂടെ അവൾക്ക് നീല കളറിലുള്ള ആകാശത്തെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. She sat with her head thrown back upon the cushion of the chair, quite motionless, except when a sob came up into her throat and shook her, as a child who has cried itself to sleep continues to sob in its dream. ആം ചെയറിൽ കുഷനിൽ തല ചായ്ച്ചു വെച്ചുകൊണ്ടാണ് അവൾ കിടക്കുന്നത്. ഇടയ്ക്ക് അവളിൽ ഒരു തേങ്ങൽ വരുന്നുണ്ട്. ഉറങ്ങുന്ന ഒരു കുഞ്ഞ് വിഷമമുള്ള ഒരു സ്വപ്നം കണ്ട് തേങ്ങുകയും പിന്നീട് ഉറക്കം തുടരുകയും ചെയ്യുന്ന പോലെയായിരുന്നു അത്. അവൾ നിശ്ചലമായാണ് കിടക്കുന്നത്, മോഷൻലെസ് ആണ്. പക്ഷെ ഇടയ്ക്ക് അവളിലൊരു തേങ്ങൽ വരുന്നുണ്ട്. പക്ഷെ വീണ്ടും നിശ്ചലമായിട്ടുള്ള ആ കിടത്തം തുടരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി സമ്മപ്പ് ചെയ്യാം. ബ്രെൻലി മല്ലാഡ് ഒരു റെയിൽ റോഡ് ഡിസാസ്റ്ററിൽ മരണപ്പെടുന്നു. ഈ വാർത്ത റിച്ചാർഡ്സൺ ജോസഫൈനെ അറിയിക്കുകയാണ്. പിന്നീട് അവരത് മിസ്സിസ് മല്ലാഡിനെ അറിയിക്കുന്നു. ശേഷം മിസ്സിസ് മല്ലാഡ് വിഷമിക്കുകയും ജോസഫൈൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മിസ്സിസ് മല്ലാഡ് തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ വിൻഡോ സൈഡിലുള്ള ഒരു ആം ചെയറിലിരുന്നു കൊണ്ട് പുറത്തെ കാഴ്ചകൾ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെയാണ് നമ്മൾ ഇന്ന് എടുത്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.